പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുമസിന്റെ തലേ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്ന് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ കർത്താവ് നൽകിയ വചനം ഒരു വലിയൊരു ആനന്ദത്തിന്റെ, അത് ദിനവൃത്താന്ത പുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകത്തിലെ 16:31 വചനം പറയാണ്: സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ, കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. അതായത് സ്വർഗം ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് വാഴുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മെ അനാഥരായി വിടുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പൗരോഹിത്യ ശുശ്രൂഷ, ഇപ്പൊ നമുക്ക് 26-ാം തീയതി തുടങ്ങി അല്ലേ, 25 നാളെ ക്രിസ്തുമസ്, 26-ാം തീയതി തുടങ്ങി തിരിപ്പട്ടങ്ങളൊക്കെ ആരംഭിക്കല്ലേ. ഓരോ പുരോഹിതനും ശരിക്കും പ്രഖ്യാപിക്കേണ്ടത് ഈ ഒരു വചനമല്ലേ, സ്വർഗം ആനന്ദിക്കട്ടെ. നമ്മളെല്ലാവരും പ്രഖ്യാപിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പുരോഹിതരുടെ ഒരു ദൗത്യമാണ് ശരിക്കും സ്വർഗത്തിന്റെ ആനന്ദം പകരുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒരു തിരിപ്പട്ടമെങ്കിലും മുഴുവനായിട്ടും പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ശരിക്കും പങ്കെടുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവമേ, ഈ ഒരു ആനന്ദത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലൊക്കെ, പ്രിയ സഹോദരങ്ങൾ, ഓരോ വർഷം കഴിയുന്നവരും കുറേ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളും ചിലപ്പോൾ പാപ സാഹചര്യങ്ങൾ വീഴുന്ന എല്ലാം ഉണ്ടാകും. പക്ഷെ പ്രിയ സഹോദരങ്ങൾ, അതിനൊക്കെ നടുവിലും കർത്താവിലേക്ക് തിരികെ വരുവാൻ, നമ്മെ തന്നെ വിശുദ്ധ കുമ്പസാരം എന്ന കുദാശയാൽ കഴുകപ്പെടുവാൻ, എന്നും കർത്താവിൽ ആനന്ദിക്കുവാൻ വേണ്ട ഒരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പൗരോഹിത്യം സ്വീകരിക്കുന്ന എല്ലാ പുരോഹിതർക്കും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഒരു പട്ടമെങ്കിലും തിരിപ്പട്ടമെങ്കിലും കൂടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവസാന നേരമല്ല, ആദ്യം മുതൽ അവസാനം വരെ അതിൽ പങ്കെടുത്ത് കർത്താവ് ഈ അച്ഛനെ ഒരു വലിയൊരു ആനന്ദത്തിന്റെ അഭിഷേകം നൽകണമേ, അതുപോലെ തന്നെ കർത്താവ് ആ ആനന്ദം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു ക്രിസ്തുമസ്, അവസാനം കല ഉടക്കരുത്. നാളെയാണ് നല്ല അഭിഷേകത്തോടെ ക്രിസ്മസിൽ പാതിര കുർബാനയിലൊക്കെ പങ്കെടുത്ത് നാളെ ആ ഒരു ദിനം ശരിക്കും ഈശോ ഉള്ളിലുള്ള ഒരു ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.